ദിവസം നിന്നാ നന്മണം ഇത് കുറച്ച് ഓർഡർ ചെയ്തിട്ടുള്ളൂ. ഇതൊക്കെ കുറെ തോന്നെ ഓർഡർ ചെയ്യണ്ടേ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ക്ലീനിങ്ങും അതുപോലെ തന്നെ അടിപൊളി റെസിപ്പിയുടെ വീഡിയോസൊക്കെ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്, നമ്മൾ ഇടിച്ചക്ക എങ്ങനെയാണ് നല്ല സിമ്പിളായിട്ട് വെക്കുന്നതെന്ന്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഉപ്പ വീണ്ടും കൊണ്ട് തന്നിട്ടുണ്ട്, അന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനിതാ മുള്ളോടുക്കൻ ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. കയ്യിലൊക്കെ നല്ല വെളിഞ്ഞീനുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം. പിന്നെ ഞാൻ തൊലി കളഞ്ഞിട്ട് വേറൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. അത് തൊലി കളഞ്ഞത് ഞാൻ ചെറിയ ചെറിയ പീസാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇടിച്ചക്ക വെക്കാൻ വേണ്ടിയിട്ട് വേറെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് 2 ഐറ്റംസാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തതിനായിട്ട് ഡബിൾ ടേസ്റ്റ് ഉള്ളൊരു സംഭവമാണ് ഇടിച്ചക്ക ഫ്രൈ ചെയ്താൽ. നിങ്ങൾ ആരും കഴിച്ചിട്ടുണ്ടോ? കഴിക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കട്ടോ. അപ്പോൾ ഇടിച്ചക്കത്തെ മുള്ളിലുള്ള ചെളിയൊക്കെ നമ്മൾ നല്ല രീതിയിൽ വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വാഷ് ചെയ്തതിന് ശേഷം ഞാനത് കുക്കറിലിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു 3 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക, ഉപ്പിട്ടിട്ട് വേവിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് അതിൻ്റെ മുകളിലെല്ലാം മുള്ള അടർത്തി മാറ്റാൻ വളരെ സിമ്പിളാണ്. നമ്മൾ പച്ച ടൈമിൽ നമുക്ക് നല്ല ബലം എടുക്കണം നമുക്കത് മുറിച്ച് മാറ്റാൻ. പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അതിന് കയ്പ്പ് വരുമെന്ന്. ഒരു തരത്തിലുള്ള ടേസ്റ്റ് വ്യത്യാസമില്ല. നല്ല സോഫ്റ്റായിട്ട് വെന്തെടുത്തിട്ടുണ്ട്. നമുക്കത് കൈ കൊണ്ട് പ്രസ് ചെയ്താൽ തന്നെ ഉടഞ്ഞു കിട്ടും. ജസ്റ്റ് ഇതുപോലത്തെ ഉരലിൻ്റെ ഇതുകൊണ്ട് ഉടച്ചെടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും അടച്ചെടുക്കാം കേട്ടോ. ഇതിൻ്റെ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് പ്രസ് ചെയ്താലും ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് ഇത് വെന്തിട്ടുള്ളത്. 3 വിസിലാണ് ഇതാക്കിയിട്ടുള്ളത്. ഓവർ വെള്ളം വേണ്ട, ഒരു പാകത്തെ വെള്ളത്തിനൊന്ന് വേവിച്ചെടുത്താൽ മതി. പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല അവിയൽ ഉണ്ടാക്കി തരുന്നുണ്ട്. അതിന് നമ്മൾ ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കട്ട് ചെയ്തിട്ടുള്ള വെജിറ്റബിൾ ആണ് എടുത്തിട്ടുള്ളത്. എങ്ങനത്തെ പേക്കുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്യുന്നതും വേണ്ട കേട്ടോ. നമുക്ക് വെള്ളത്തിലിട്ട് നല്ലൊന്ന് വാഷ് ചെയ്തെടുത്തിട്ട് പെട്ടെന്ന് നമുക്ക് അവിയലൊക്കെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഞാൻ ഇടിച്ചക്കയ്ക്ക് വേണ്ടിയിട്ടുള്ളത് ഉള്ളി അരിഞ്ഞിട്ടുണ്ട്, അതുപോലെ വറ്റൽമുളക് കറിവേപ്പിലേക്ക് ഇട്ടിട്ട് വറവിടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളിത് ഒക്കെ ഉടച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതായതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഉടഞ്ഞു കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ഇടിച്ചക്ക ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ചെറുനാരങ്ങ ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇടിച്ചക്ക വറവിടാന്ന് വിചാരിച്ചു. അതിൽ കുറച്ച് കടുക് പൊട്ടിച്ചിട്ട് കറിവേപ്പിൻ്റെ ഇലയും വറ്റൽമുളകും ചെറിയ ഉള്ളിയൊക്കെ എടുത്ത് വഴറ്റുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള ഇടിച്ചക്ക ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് ഒരുപാട് ടൈമിൻ്റെ ഇതൊന്നുമില്ല. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യൂസ് ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ അതൊരു നുള്ളു മഞ്ഞൾപ്പൊടിയുടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഒരു കളർ ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഉടച്ച് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇടിച്ചക്ക റെഡി ആയിട്ടുണ്ട്. ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുക കേട്ടോ. ഞാൻ കഴിഞ്ഞ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും ഉണ്ടാക്കിയപ്പോൾ ഒന്നുകൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് കാണിച്ചു തന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ ഇടിച്ചക്ക ഞാൻ നേരത്തെ കൂട്ടി വെച്ചിട്ടുള്ള മാവിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവർ പൊടിയുടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു രക്ഷയില്ല മക്കളെ, നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക കേട്ടോ. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തതിന് ഡബിൾ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ല കുറുകുറായിട്ടുള്ള നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടും കഴിക്കാം. നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റുള്ള ഒരു ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ ഇടിച്ചക്കൊക്കെ നിങ്ങൾ വേസ്റ്റ് ആക്കണ്ട. ഇതുപോലെ നല്ല ഫ്രൈ വെജിറ്റേറിയൻകാർക്കൊക്കെ ഒരു ചിക്കൻ പൊരിച്ചതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടും ചെയ്യും. അടിപൊളിയാണ്. പിന്നെ ഞാൻ പൊരിക്കുന്നതിലൊക്കെ അത്യാവശ്യം കറിവേപ്പിലെല്ലാം ഇടും കേട്ടോ. ആ ഒരു ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മളെല്ലാവരോടും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നല്ല ഉണക്കൽ മീനുണ്ട്, പിന്നെ നമ്മൾ അവിയലുണ്ട്, എല്ലാം കൂടി ആയിട്ട് നാടൻ ഫുഡാണ്. പിന്നെ താളിപ്പുണ്ട്, പപ്പടമുണ്ട്, എല്ലാം ഉണ്ട്. നമ്മളിവിടെ എല്ലാവർക്കും അധികം നാടൻ ഫുഡ് കൊണ്ടാണ് താല്പര്യം. അപ്പം ഇനി ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മൾ നോമ്പിൻ്റെ നനച്ചുകുളി ഭാഗമായിട്ട് ഇത് നല്ല അഴുക്കുണ്ട്. കുറച്ച് കാലത്തിന് ശേഷം നമ്മൾ വീണ്ടും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ ഫ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നൊരു സംഭവമല്ലേ, മറ്റുള്ള പ്രൊഡക്റ്റിനെ പോലെയല്ല. നമ്മൾ ഫ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ
എപ്പോഴും തുറക്കുക അടക്കുക അതിൽ നിന്ന് കുറേ സാധനം എടുക്കുക അങ്ങനത്തെ ഒരു സംഭവമല്ല. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് കേട്ടോ അധിക സംഭവം ഫ്രിഡ്ജിൽ വെക്കും. അതിങ്ങനെ എടുത്തിട്ട് അധികം ഫുഡ് ഐറ്റംസ് കൂടുതലല്ല, കരിവേപ്പിൻ്റെ ഇല, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ സെറ്റാക്കി അങ്ങനെയൊക്കെ വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലിത് അത്യാവശ്യം നല്ല അഴുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ നല്ല ക്ലീൻ ആക്കി എടുക്കുക എന്നുള്ളൊരു ടിപ്പ് കൂടി ഇത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാനിതിൽ അത്യാവശ്യം നല്ല കച്ചറ സംഭവങ്ങളുണ്ട്, അതെല്ലാം നമ്മളിതാ മാറ്റിയിട്ട് ഇതാ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. നിങ്ങൾ എന്തെങ്കിലും നനച്ചുകുളിയോ അല്ലെങ്കിൽ നിങ്ങളിനി ഫ്രിഡ്ജോ അങ്ങനെയൊക്കെ ക്ലീൻ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് യൂസ് ചെയ്തിട്ടൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം. നമുക്ക് ഒരു ഭാരം തോന്നാത്ത രീതിയിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമുക്കിത് തുടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയെന്ന് നമുക്ക് കാണാം അല്ലേ. അപ്പോൾ ഇതാ നമ്മൾ റമദാനൊക്കെ അടുത്തോണ്ടിരിക്കുകയാണ്, ഇനി വല്ലാ ദിവസങ്ങളൊന്നുമില്ല, ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ വീട്ടിലെ നനച്ചുകുളി ഏകദേശം കഴിഞ്ഞെന്ന് പറയാം. എന്നാലും ഉണ്ട്, നമ്മൾ ഓരോ ദിവസം ഓരോന്നായിട്ടാണ് എടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ എനിക്ക് ജലദോഷമൊക്കെ പിടിച്ചു. കാരണം നമ്മൾ ഒരുപാട് ഇങ്ങനത്തെ പൊടി നമ്മൾ ഇതിലാവുമ്പോൾ പെട്ടെന്ന് നമുക്ക് അസുഖം വരില്ല. അങ്ങനെ എനിക്ക് ജലദോഷമൊക്കെ പിടിച്ച് ഇപ്പോഴും ഉണ്ട്, ഓക്കെ ആയിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ കുറേ സമയങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടി സ്റ്റിക്കാവാൻ വീണ്ടും ഇങ്ങനെ കുറച്ച് എടുക്കുള്ളൂ. അപ്പോൾ തന്നെ ഞാൻ ഇതിൻ്റെ ഉള്ളിലുള്ള ട്രേയും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് എടുത്തിട്ട് താഴെ വെച്ചിട്ടുണ്ട്. അതിലുള്ള ഐറ്റംസ് കുറേയൊന്നും ഒഴിവാക്കാനൊന്നുമില്ല, നമ്മളിപ്പോൾ അടുത്ത് മാറ്റിയിട്ടുള്ളായിരുന്നു. പിന്നെ പക്ഷേ ഇവിടെ ഒരുപാട് അഴുക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു ട്രാഗ് നമുക്കിങ്ങനെ ഊരിയെടുക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കിതാ ഇതിൻ്റെ ഫ്രിഡ്ജിൻ്റെ ഫുള്ളായിട്ട് നമ്മളിതാ ഈ ഒരു നെറ്റും ബോൾട്ടൊക്കെ ഊരിയെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിതാ ഉരച്ചെടുക്കാം. അപ്പോൾ അതാ ഞാൻ ഫ്രിഡ്ജിലത്തെ കംപ്ലീറ്റ് സംഭവം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉമ്മ പറഞ്ഞു ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് പൊടി തട്ടി തരാനായിട്ട് ഉമ്മതാ മുകളിലത്തെ പൊടിയൊക്കെ ജസ്റ്റ് തട്ടി തന്നിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ എന്ത് ജോലി എടുക്കുമ്പോൾ ഉമ്മ ഇടയ്ക്കൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യും, വെള്ളം കൊണ്ട് തരാനും അങ്ങനെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. കാരണം നമുക്ക് ഒരാളെ ഹെൽപ്പ് ഇല്ലാതെ ഒരു പരിപാടി നടക്കില്ല. കാരണം നമ്മൾ തന്നെ ക്ലീൻ ചെയ്യുക, അതിന് വേണ്ടിയിട്ട് വെള്ളം എടുക്കുക, സാബൂന് എടുക്കുക, അങ്ങനത്തെ ഒന്നും നമുക്ക് എല്ലാം ഒറ്റടിക്ക് കഴിയില്ലല്ലേ. പിന്നെ ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നൊരു ടിപ്പ് ഇതാണ്. അതിൽ നമ്മൾ പാത്രം കഴുകുന്ന ലിക്വിഡ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതാ ഞാനൊരു ചെറുനാരങ്ങ നീര് ഒഴിക്കുകയാണ്. ഇത് ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങ വേണ്ട, നിങ്ങളടുത്ത് കേട് വന്ന നാരങ്ങയാലും മതി. അതിലേക്ക് ഞാനൊരു സ്പൂണ് നമ്മൾ ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ട്. അതിന് ശേഷം മൂന്നുകൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ഇത് വെച്ചിട്ട് നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കുക. പെട്ടെന്ന് നമ്മൾ പഴകിയ അഴുക്കൊക്കെ പെട്ടെന്ന് ക്ലീൻ ആവും കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു ടിപ്പാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാനിത് ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു കൂട്ട് വെച്ചിട്ടാണ് ഇത് ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മളിതാ എന്ത് ക്ലോത്തിനാടാണ് എടുക്കുന്നത് അതെല്ലാം മുക്കിയതിന് ശേഷം നല്ല ഒന്ന് ഉരച്ചു കൊടുത്താൽ മതി. ഒരുപാട് ഭാരമൊന്നും ഇടണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ഉരച്ചാൽ തന്നെ കംപ്ലീറ്റ് അഴുക്കും പോരുന്നുണ്ട്. അപ്പോൾ എനിക്ക് നല്ലൊരു അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട് ഈ ഒരു ട്രിക്ക്. ഞാൻ ഇത് വെച്ചിട്ട് തന്നെയാണ് ഇവിടെ ക്ലീൻ ചെയ്തെടുക്കാറ്. അപ്പോൾ തന്നെ നമ്മൾ ഈ ഒരു പരിപാടി എടുത്തപ്പോൾ നിങ്ങൾക്ക് കൂടി കാണിച്ചെന്നാണ്. ചില ആൾക്കാർ വെറും സർഫും പൊടിയോ അല്ലെങ്കിൽ സോപ്പും പൊടിയൊക്കെ ഇട്ടിട്ട് ഒരുക്കാറുണ്ട്. പക്ഷേ ഈ ഒരു രണ്ട് സംഭവം ഇതിലേക്ക് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടൊന്ന് ഉരച്ചെടുത്താൽ നിങ്ങൾക്ക് പണി പെട്ടെന്ന് കഴിയുകയും ചെയ്യും, നല്ല രീതിയിൽ ക്ലീൻ ആവുകയും ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഈ ഒരു എഡ്ജ് ഭാഗമൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ നമ്മളൊരു ബ്രഷില്ല, നമ്മൾ പല്ല് തേക്കുന്ന അങ്ങനത്തെ ഒരു പുതിയൊരു ബ്രഷ് എടുത്തിട്ട് ആ ഒരു സൈഡ് ഭാഗമൊക്കെ ക്ലീൻ ചെയ്താൽ പെട്ടെന്ന് നിങ്ങൾക്ക് കണ്ടില്ലേ ഈ ഒരു സൈഡത്തെ അഴുക്കൊക്കെ പോരും. നമുക്കൊരിക്കലും ഇത് ക്ലോത്ത് വെച്ചിട്ട് ഇതാക്കിയാൽ പോരില്ല. വലിയ ബ്രഷ് എടുത്താലും ആ ഒരു ഭാഗത്തെ ചെളി പോരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞങ്ങളിതാ ഇവിടെ ക്ലീൻ ചെയ്യാനെടുക്കുന്ന ഒരു ബ്രഷ് ഉണ്ട്, ഇതിനുവേണ്ടി വാങ്ങിച്ചതായിരുന്നു കേട്ടോ. അല്ല നമ്മൾ പല്ല് തേക്കുന്ന ബ്രഷിൻ്റെ ബാലൻസ് അല്ല അങ്ങനെയെങ്കിലും വിചാരിക്കരുത് കേട്ടോ. ചില ആൾക്കാർ അങ്ങനെ വിചാരിക്കും. നമ്മൾ ഇതിനുവേണ്ടി വാങ്ങിച്ചത് തന്നെ ആയിരുന്നു കേട്ടോ. പക്ഷെ നമ്മളവിടെ സ്ഥിരമായിട്ട് ഉരക്കുന്ന ഒരു ബ്രഷാണ്. അപ്പോൾ അതായത് സൈഡിലെ ഈ ഒരു എഡ്ജൊക്കെ ഉണ്ടല്ലോ നല്ല രീതിയിൽ ഇതാ ചെളിയൊക്കെ ഇതായി പോരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബ്രഷ് വെച്ചിട്ട് നിങ്ങൾ ഇതേപോലത്തെ ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്തെടുക്കുക. പെട്ടെന്ന് നമുക്ക് ആ ഒരു ഭാഗം ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ തന്നെ ഞാനിപ്പോൾ കുറച്ചിടായിട്ട് കുറച്ച് പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട്. മൻഹ ഓർഗാനിക്കിൻ്റെ കുറച്ച് പ്രൊഡക്റ്റാണ്. കുറേ പേര് സ്കിൻ കെയർ വീഡിയോ ഒക്കെ ചെയ്യാൻ പറയുന്നുണ്ട്, ഇൻഷാല്ല എന്തായാലും ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എനിക്കൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ ഗൂന്തലൊക്കെ ഉണ്ട്, ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും അങ്ങനെ കുറേ ഗുണങ്ങളുള്ളൊരു സംഭവമാണ്. ഇതെന്ന് പറഞ്ഞാൽ കൊച്ചിക്കാരുടെ ഒരു സ്വകാര്യ സ്കിൻ കെയർ റൂട്ടീനാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ ഇപ്പോൾ ഇത് അവൈലബിൾ ആണ്. ബ്രൈഡ്സിനുണ്ട്, ഗ്രൂംസിനുണ്ട്, അങ്ങനെ നമ്മൾ പാക്കേജ് ഉണ്ട് നമ്മളെ വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ടുള്ള. അവരൊക്കെ എന്ന് പറഞ്ഞാൽ കല്യാണത്തിന് കുറച്ച് മുന്നേ തന്നെ അവർ ഒരുങ്ങും കേട്ടോ. ഒരാഴ്ച 2 ആഴ്ച മുന്നേ തന്നെ പെണ്ണിനൊക്കെ ഒരുക്കും ചെക്കന്. അപ്പോൾ അങ്ങനത്തെ കിറ്റൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞാൻ അവരിത് ഓർഡർ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അവരതാ ഒരു സോപ്പ് ഓർഡർ ചെയ്തില്ല. ഇത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമലി സോപ്പിൻ്റെ ഭംഗിയൊന്നും ഉണ്ടാവില്ല. കാരണം ഇത് പക്കാ ഓർഗാനിക്കാണ്, സ്മെല്ലും കുറവായിരിക്കും. നമ്മളൊക്കെ സോപ്പ് ഉണ്ടാക്കൂലേ,
നല്ല ആയുർവേദ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് അതുപോലത്തെ ഒരു സോപ്പാണ് കേട്ടോ. കേട്ടില്ലേ, ഇതാണ് സോപ്പ്. ഇത് സ്കിന്നിനും അതുപോലെ തന്നെ നമ്മൾ ബോഡി മൊത്തമായിട്ട് യൂസ് ചെയ്യുക അടിപൊളിയായിട്ടുള്ള സോപ്പാണ്. പിന്നെ ഇതാ അവരെ തന്നെ ഫെയർനെസ് മസാജിങ് ഓയിലുണ്ട്. ഇത് ഞാൻ കുറച്ച് നേരം മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയലാണ്. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന കേട്ടോ. കണ്ടില്ലേ, ഈ ബോട്ടിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാനിത് യൂസ് ചെയ്യുന്ന ഓയിലാണ്. ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡാണ്. കുഴപ്പമില്ലാത്ത സ്മെല്ലൊക്കെ ഉണ്ട്. ആയുർവേദത്തിൻ്റെ സ്മെല്ലാണ്, ഓവറി സ്മെല്ലല്ല. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ പറയുക, ഒരുപാട് ഗുണങ്ങളുള്ളൊരു സംഭവമാണ്. പിന്നെ അവർ തന്നെ ഈ പൗഡർ ഉണ്ട്. ഇത് നമ്മൾ ബോഡിയിൽ മൊത്തമായിട്ട് യൂസ് ചെയ്യുക. നല്ല ബ്രൈറ്റ്നസ്സും അതുപോലെ തന്നെ നമ്മളെ സ്കിന്ന് ക്ലിയർ ആവാനും നല്ല സോഫ്റ്റ് ആകാനും ബെറ്റർ ഒരു സംഭവമാണ്. ഇത് ഒരുപാട് ആയുർവേദ മരുന്നുകൾ കൂട്ടിയിട്ടുണ്ടാക്കിയ ഒരു യെല്ലോ പൗഡറാണ്. ഞാൻ കാണിച്ചു തരാം. ഇത് നിങ്ങൾക്ക് റോസ് വാട്ടർ വെച്ചിട്ട് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കട്ട തൈരിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. പക്ഷെ ഞാൻ യൂസ് ചെയ്യൽ റോസ് വാട്ടർ വെച്ചിട്ടാണ് ഇത് ഈ ഒരു പാക്ക് എടുക്കൽ. പിന്നെ ഇതാ നിങ്ങൾക്ക് ഇതും അതുപോലെ തന്നെ ഇതിലേക്ക് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പം ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്തൊക്കെ ഗുണങ്ങളാണെന്നൊക്കെ നിങ്ങൾക്ക്. അപ്പം ഇതാണ് നമ്മളെ PT പൗഡർ വരുന്നത്. ഒരു യെല്ലോ നമ്മളെ കസ്തൂരി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിൻ്റെ ഒക്കെ ഒരു കളറാട്ടോ. നല്ല ആയുർവേദത്തിൻ്റെ സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നതാണ്. എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ള കുറേ സംഭവമാണ്. നമ്മുടെ സ്കിന്ന് നല്ല അടിപൊളിയായിട്ട് നിൽക്കാൻ സഹായിക്കുന്ന കുറേ, ഞാൻ കൂടുതൽ സ്കിന്നിൽ യൂസ് ചെയ്യൽ ഓർഗാനിക് ആയിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് ഞാൻ ഇങ്ങനത്തെ ഒരു കിറ്റ് വാങ്ങിച്ചതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവരായിട്ടും കോൺടാക്റ്റ് ചെയ്യാം. ഇവർക്ക് ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്. ഞാൻ ഇൻസ്റ്റയിൽ ഒരാൾ വാങ്ങിയ റീല് കണ്ടപ്പോൾ ഞാനൊന്ന് അന്വേഷിച്ചു. അതിന് ശേഷം വാങ്ങിച്ചൊരു സംഭവം കേട്ടോ. അപ്പോൾ എനിക്ക് അടിപൊളിയായി തോന്നി. കാരണം ഇത് വാങ്ങുന്നതിന് മുന്നേ ഉമ്മാക്ക് വേണ്ടിയിട്ട് വെയിറ്റ് കൂടാനും വേണ്ടിയിട്ടുള്ള കൂന്തൽ ലഡു വാങ്ങാനായിരുന്നു ഞാൻ ഓർഡർ ചെയ്തത്. പിന്നെ ഈ ഒരു ഇതിനെക്കുറിച്ച് കേട്ടപ്പോൾ ഞാനിത് വാങ്ങിച്ചതാണ്. കൂന്തൽ ലഡു എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രസവിച്ചെടുക്കുന്നവർക്കും അതുപോലെ തന്നെ നല്ല അടിപൊളി ഗുണങ്ങളുള്ളൊരു കൂന്തൽ ലഡു ആണ്. അത് ഞാൻ ഉമ്മാക്ക് കൊടുക്കുന്നതും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിപ്പോൾ ഞാൻ താഴെ വെച്ചതാണ്. ഉമ്മ അപ്പോൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബോക്സിൽ കാണിക്കുന്നത്. ഇത് പിന്നെ ഞാൻ ഇവിടെ നിന്ന് യൂസ് ചെയ്യുന്നതായതുകൊണ്ട് ഈ ഒരു ബോക്സിൽ തന്നെ ഇട്ടിച്ച് ഇങ്ങനെ ഒരു ബോക്സിലാണ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ, ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അവരെ ഇൻസ്റ്റഗ്രാം എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാം ID എന്ന് പറഞ്ഞാൽ മൻഹ ഓർഗാനിക് തന്നെയാണ്. ഇനി ഇവരെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഒരുപാട് ഗുണങ്ങളുള്ള ഒറ്റപ്പൊളിയായിട്ടുള്ള സംഭവമാണ്. അതും തികച്ചും ഓർഗാനിക് ആയിട്ടുള്ള ഇതാണ്. ബ്രൈഡ്സിനും ഗ്രൂംസിനൊക്കെ സെപ്പറേറ്റ് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അവർക്ക് യൂസ് ചെയ്യുന്നത് തന്നെ നമുക്കും യൂസ് ചെയ്യുക. സ്കിന്ന് നല്ല സോഫ്റ്റായി നല്ല സ്മെല്ലും വരും. അതുപോലെ തന്നെ ഒരു പ്രത്യേക ഒരു ഗ്ലോയിങ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അതുതന്നെയാണ്. നമുക്ക് സ്കിന്നിൽ ചില ആൾക്കാരുണ്ടാവും ഓയിൽ യൂസ് ചെയ്താൽ പിമ്പിൾസ് വരും. അങ്ങനെയൊന്നുമില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള. അപ്പോൾ ഇത് എന്തൊക്കെയാണ് ഗുണങ്ങൾ? സ്കിൻ വൈറ്റനിങ്, ടാൻ റിമൂവർ, സോഫ്റ്റ് സ്കിന്ന് റിമൂവ്, ഡാർക്ക് പാക്ക്, അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഇതുമ്പോൾ തന്നെ ഇതിട്ടുണ്ട്. തികച്ചും 100% നാച്ചുറലാണ്. അപ്പോൾ ഒരു ഇത്തയാണ് ഇത് ചെയ്യുന്നത്. നമ്മളെ കൊച്ചിയിലുള്ള ഒരു ഇത്തയാണ് ഇത് ചെയ്യുന്നത്. അവരെ പ്രൊഡക്റ്റ് തന്നെയാണ്. അവർ ആ ഒരു ട്രഡീഷനായിട്ട് യൂസ് ചെയ്യുന്ന അതേ ഒരു ഇതിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി തരുന്നത്. അവരുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം ഫെയിമാണ്. അവരെ ഒരു സ്വകാര്യ സ്കിൻ സീക്രട്ടായിട്ട് വെക്കുന്ന ഒരു സംഭവമായിട്ട് അതിപ്പം മറ്റുള്ളവർക്ക് അവർ എത്തിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളിത് വാങ്ങുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് PT പൗഡർ യൂസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ലോ പൗഡറാണ്. നമുക്ക് എത്രയാണ് വേണ്ടത് കുറച്ച് എടുത്താൽ മതി കേട്ടോ. നമ്മുടെ ഫേസിലൊക്കെ ആണെങ്കിൽ കുറച്ച് എടുത്താൽ മതി. കണ്ടില്ലേ, എല്ലാം ഒരു പൗഡറാണ് വരുന്നത്. ചന്ദനത്തിൻ്റെ പൊടിൻ്റെയൊക്കെ സ്മെല്ലാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ ഞാനിത് റോസ് വാട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മിക്സ് ചെയ്യാനുള്ള ഒരു പാകത്തിനുള്ള ആക്കിയാൽ മതി. ഇതുകൊണ്ട് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഡ്രൈ ആയതിനു ശേഷം വാഷ് ഔട്ട് ചെയ്ത് കളയാം കേട്ടോ. ഞാനിതെല്ലാം ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ. അപ്പം നല്ലൊരു ഇത് ഡ്രൈ ആയതിനു ശേഷം നമുക്കിത് വാഷ് ഔട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇനി കൂടുതൽ നമ്മൾ സ്കിൻ കെയർ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഇൻഷാല്ല എന്തായാലും സ്കിൻ കെയർ വീഡിയോ ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലോ, അല്ലേ ഇത് ഏറ്റവും മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നമുക്ക് ബോഡിയും അല്ലോ ഫേസിൽ എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഒരു അടിപൊളി മസാജിങ് ഓയിലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഡ്രൈ ആയിട്ട് വാഷ് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഉമ്മാക്ക് വേണ്ടിയിട്ടില്ലേ ഓർഡർ. നിങ്ങളെ ലഡ്ഡു എങ്ങനെയുണ്ട്? ടേസ്റ്റ് ചെയ്തിട്ട് പറയൂ. ലഡ്ഡുവാ? യെസ്, ഗുന്തൽ ലഡ്ഡു. എന്ത് ലഡ്ഡുവാ? എങ്ങനെയുണ്ട്? തടി കൂടാനും എല്ലാത്തിനും പറ്റൂലേ? അടിപൊളിയല്ലേ? നെയ്യിന്റെ നിങ്ങൾക്ക് ഇഷ്ടാവും. നെയ്യിന്റെ ചോയുള്ളല്ലേ ഇത് ഫുള്ള് ഞാൻ തിന്നട്ടോ. ഓ, നിങ്ങൾക്ക് വേണ്ടിട്ട് ഓർഡർ ചെയ്തിട്ടല്ലേ? എങ്ങനെയുണ്ട്? പൊളിയല്ലേ? എങ്ങനെയുണ്ട് അഭിപ്രായം?
നല്ലതാ. തടി തന്നാലാ ഇത് ദിവസം ഒന്നും തിന്നാ. ആ ദിവസം ഒന്നും കഴിക്കേണ്ടത്, ഓവർ കഴിക്കാൻ പറ്റില്ല. എന്നാ കിട്ടതിഞ്ഞ് അതിന് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം, നമുക്ക് അത്താത്ത ഓർഡർ ചെയ്ത് തരും. അവര് നമ്മൾ പറഞ്ഞതിനനുസരിച്ച് അതിൽ നെയ്യ്, അണ്ടിപ്പരപ്പ്, മുന്തിരി, അങ്ങനെ ഒരുപാട് തടി തന്നാണ്. ഇത് കണ്ടില്ല, നെയ്യിൽ കെട്ടി ചാലിച്ച സംഭവമാണ്. നെയ്യുടെ ഒലിക്കുന്ന മാതിരി അതിന്റെ സംഭവം അല്ലേ. തന്നാല് തടി തന്നാവും. ഉമ്മാക്ക് എന്തായാലും അടി ഇഷ്ടായിട്ടോ. ഇനി വേണ്ട, ഇത് കഴിഞ്ഞിട്ട് ഓർഡർ ചെയ്യണ്ടേ? മതിയാ നന്മണം. ഇത് കുറച്ച് ഓർഡർ ചെയ്തിട്ടുള്ളൂ. ഇതൊക്കെ കുറെ തോന്നെ ഓർഡർ ചെയ്യണ്ടേ? എന്തായാലും ഓർഡർ ചെയ്യാം കേട്ടോ. എന്തായാലും ഞാൻ തരും. അതെന്നാണ് ടീമല്ലേ. അപ്പോൾ ഇത് നല്ല ഡ്രൈ ആയിട്ടുണ്ട് കണ്ടില്ലേ. അപ്പം ഞാനിതൊന്ന് വാഷ് ചെയ്ത് അങ്ങനെയെല്ലാം നമ്മൾ ഉരച്ചെടുത്തതിന് ശേഷം ഇതാ പ്ലെയിൻ ആയിട്ടുള്ളൊരു വൈറ്റ് ക്ലോത്ത് എടുത്തതിന് ശേഷം വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ആ ഒരു ഭാഗമൊക്കെ ഇങ്ങനെ മെല്ലെ മെല്ലെ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. വീണ്ടും ഒരു വെള്ളത്തിൽ മുക്കിയിട്ട് വീണ്ടും അങ്ങനെ ഒലുമ്പി ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ. അങ്ങനെയാണ് നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഞാനൊരു വൈറ്റ് ക്ലോത്ത് എടുത്തിട്ട് ഇതാ ജസ്റ്റ് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം പിന്നെയും പിഴിഞ്ഞെടുത്തിട്ട് വീണ്ടും ഇങ്ങനെ ഒപ്പി ഇങ്ങനെ മെല്ലെ മെല്ലെ ആ ഒരു ഭാഗം ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ചെയ്താൽ നമുക്കിതാ പെട്ടെന്ന് നമ്മൾ ക്ലീൻ ആയി കിട്ടും കേട്ടോ. പിന്നെ ഞാൻ ചെയ്യുന്ന എന്തൊരു കാര്യം എനിക്ക് അത് കംപ്ലീറ്റ് ചെയ്യാതെ വേറെ ഒരു പണിക്ക് പോകാനുള്ളൊരു മൂഡ് ഉണ്ടാവില്ല. ഞാൻ എന്താണ് ചെയ്യുന്നത് അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റണമെങ്കിൽ മാത്രമേ ആ ഒരു പണിക്ക് ഞാൻ നിൽക്കാറുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളിതാ ഓരോ ഭാഗങ്ങളായിട്ട് ഏകദേശം നമ്മൾ നനച്ചുള്ളി ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഫാമിലി വ്ളോഗിൽ നമുക്ക് ഒരുപാട് വെറൈറ്റി ഫുഡ് ഐറ്റംസും അതുപോലെ തന്നെ എന്തെങ്കിലും സിമ്പിളായിട്ടുള്ള ട്രിക്കൊക്കെ ആയിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. കാരണം കുറേ ഇപ്പം നമ്മൾ 2-3 വീഡിയോയിൽ അങ്ങനത്തെ ഒരുപാട് സിമ്പിൾ റെസിപ്പിയൊക്കെ ഇട്ടപ്പോൾ കുറേ ആൾക്കാർ പേഴ്സണലി മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ചെയ്യുന്ന സിമ്പിളായിട്ടുള്ള റെസിപ്പിയൊക്കെ നമ്മളെ വീഡിയോയിൽ കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് നമ്മൾ ഉണ്ടാക്കുന്ന നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും അതൊക്കെ ഞാൻ ഓരോ വീഡിയോയിലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ എന്തെങ്കിലും ടിപ്സൊക്കെ ആയിട്ട് ഞാൻ ഷെയർ ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഇനി എന്തെങ്കിലും വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ കമൻറ്റിൽ അറിയിച്ചാൽ മതി. എന്തായാലും ഞാൻ കമൻറ്റ് ചെക്ക് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ഈ വീഡിയോ എന്നോട് പറ്റുകയാണെങ്കിൽ എന്തായാലും ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നേരത്തെ ഞാൻ കാണിച്ചപ്പോൾ ഈ ഒരു ഫ്രിഡ്ജിൻ്റെ ഉള്ളിലൊക്കെ നല്ല അഴുക്കുണ്ടായിരുന്നല്ലേ. നമ്മൾ ഈ ഒരു ടിപ്പ് വെച്ചിട്ട് ഞാനിതാ ഉരച്ചെടുത്തപ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇതാ ഫ്രിഡ്ജ് എന്നും ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇങ്ങനെ ക്ലീൻ ചെയ്ത് ഇപ്പം നമ്മളൊരു പുതിയൊരു ഫ്രിഡ്ജ് വാങ്ങിയ ഏകദേശം ആ ഒരു ലുക്ക് വന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ഇതിൻ്റെ അഴുക്ക് പോയിട്ടുണ്ട്. ഒരുപാട് കളറും കാര്യങ്ങളൊക്കെ ഇതിൽ ഉറ്റിയിട്ട് വൃത്തികേടായിട്ടുണ്ടായിരുന്നു നമ്മൾ ഫ്രിഡ്ജ്. അപ്പോൾ ഇതാ നല്ല ഫൈനലി നല്ല ലുക്കായിട്ടുണ്ട്. ഫുള്ളും ഞാൻ ഈ ലുക്ക് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നമ്മളെ ഫുൾ വീഡിയോ ഒന്ന് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ.